നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം പരാജയത്തോടെ പഞ്ചാബ് FC ആണ് ബ്ലാസ്റ്റേഴ്സിനെ 2-1 കൊച്ചിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബ് FCക്ക് വേണ്ടി ലൂക്ക മെയ്സനും ഫിലിപ്പ് മെഴ്സലാക്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഹീസസ് ഹിമിനസ് ആണ് നേടിയത്. മത്സരത്തിൽ അഡ്രിയാൻ ലൂണ പുറത്തിരുന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കോമ പെപ്രയും നോഹ് സദോയിയും ഐമനും രാഹുലും ഒക്കെയാണ് കളിക്കാനിറങ്ങിയത്. മറുഭാഗത്ത് ലൂക്ക മെയ്സനെ ബെഞ്ചിലിരുത്തി ബെക്കേങ്ക, അദ്ദേഹത്തോടൊപ്പം വിഡാൽ, പിന്നെ ഫിലിപ്പ് മെഴ്സലാക്ക്, അതോടൊപ്പം നിഹാൽ സുധീഷ് എന്നിവരൊക്കെ കളിക്കളത്തിലേക്ക് വിട്ടുകൊണ്ട് പഞ്ചാബും അവരുടെ നീക്കങ്ങൾ ശക്തമാക്കി. ആദ്യ പകുതി പക്ഷേ ഗോൾ രഹിതമായിട്ട് അവസാനിച്ചു. രണ്ടാം പകുതിയിൽ ഹീസസ് ഹിമനസിനെ കളിക്കളത്തിലേക്ക് വിട്ടു ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്. അതുപോലെ നോഹ് സദോയി ഇടത് പാർശ്വത്തിലേക്ക് മാറി. അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾക്ക് കുറച്ചുകൂടി മൂർച്ച വന്നു എന്നൊക്കെ തോന്നിയെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് 86-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡർ സഹീഫ് പെനാൽറ്റി ബോക്സിൽ വെച്ച് പഞ്ചാബ് താരത്തെ ഫൗൾ ചെയ്യുന്നത്. റഫറി പെനാൽറ്റി വിധിക്കുന്നു. കിക്കെടുത്ത ലൂക്ക മെയ്സൺ വളരെ കൂളായിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. സച്ചിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒറ്റ ഗോളിന് അവർ വിജയിക്കുമെന്ന് തോന്നിയെങ്കിൽ തെറ്റി. ലേറ്റ് ഡ്രാമ കളിയിലുണ്ടായിരുന്നു. 90 മിനിറ്റ് കഴിഞ്ഞ ഉടനെ പ്രീതം കൊട്ടാലിന്റെ കിടിലനൊരു ബോളിൽ നിന്ന് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ഹീസസ് ഹിമനസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ അവിടം കൊണ്ടും കളി തീർന്നില്ല. അവസാന ഘട്ടത്തിൽ വീണ്ടും പഞ്ചാബ് FC ഗോളടിക്കുന്ന കാഴ്ച. ലൂക്ക മെയ്സൺ കൊടുത്ത പന്ത് ഏതാണ്ട് ഒഴിഞ്ഞു തന്നെ കയറി വന്ന ഫിലിപ്പ് മെഴ്സലാക്ക് പന്ത് വലയിലേക്ക് കിടിലനൊരു ഫിനിഷിങ്ങിലൂടെ എത്തിച്ചു. 2-1 അവർ മുന്നിലായി. അങ്ങനെ ഒടുവിൽ മത്സരം അവസാനിക്കുമ്പോൾ പഞ്ചാബ് FC വിജയത്തേരിലേറി ബ്ലാസ്റ്റേഴ്സ് പരാജയത്തോടെ തുടങ്ങി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.